വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ജിജി തോംസൺ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവാകും. നിയമനം ക്യാബിനറ്റ് പദവിയോടെ. ഉമ്മൻചാണ്ടിക്ക് ചെയ്ത സഹായങ്ങൾക്കുള്ള പ്രത്യുപകാരമെന്ന് CPM. പാറ്റൂരിൽ സർക്കാർ ഭൂമി കയ്യേറിയെന്ന വിജിലൻസ് രഹസ്യപരിശോധനാ റിപ്പോർട്ട് സർക്കാർ തള്ളി. രാജ്യത്തെ സർവകലാശാലകളിൽ ഉയരുന്നത് ദലിത് ഇടത് ഐക്യത്തിന്റെ മുദ്രാവാക്യമെന്ന് പ്രകാശ് കാരാട്ട്. The red and the blue unite. That is the slogan. Lal Salam and Neel Salam. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS-ഉം പിണറായിയും മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. ചർച്ചകൾ തുടരാൻ ധാരണ. കേരളത്തെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനമായി രാഷ്ട്രപതി പ്രഖ്യാപിച്ചു. നവംബർ 1-ന് കൊച്ചി മെട്രോ ഓടിത്തുടങ്ങുമെന്ന് E. ശ്രീധരൻ. ആലുവ മുട്ടംയാർഡിൽ നിന്ന് കളമശ്ശേരി വരെയുള്ള പരീക്ഷണ ഓട്ടം വിജയം. ചലച്ചിത്ര സംവിധായകൻ രാജേഷ് പിള്ള അന്തരിച്ചു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ. ഇന്നലെ പുറത്തിറങ്ങിയ വേട്ട അവസാന ചിത്രം. ഇടതുപക്ഷത്തിനും ദലിത് സംഘടനകൾക്കും യോജിക്കാവുന്ന നിരവധി വിഷയങ്ങളുണ്ടെന്നും അതിനുവേണ്ടിയുള്ള മുദ്രാവാക്യമാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഉയരുന്നത് എന്നും CPM മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട്. മതവിശ്വാസി അല്ലെങ്കിലും മുസ്ലിം നാമധാരിയായതിനാലാണ് ഉമർ ഖാലിദിനെ ഭരണകൂടവും ഒരു വിഭാഗം മാധ്യമങ്ങളും ലക്ഷ്യം വെക്കുന്നതെന്നും പ്രകാശ് കാരാട്ട് മീഡിയ വണിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ന്യൂനപക്ഷ സംഘടനകളടക്കം എല്ലാവരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ പോരാടുമെന്നും കാരാട്ട് പറഞ്ഞു. ദളിത് സംഘടനകൾക്കും ഇടതുപക്ഷത്തിനും യോജിക്കാവുന്ന നിരവധി വിഷയങ്ങളുണ്ടെന്നും അതിനുവേണ്ടിയുള്ള മുദ്രാവാക്യം വിദ്യാർത്ഥികളിൽ നിന്ന് സ്വയമേവ ഉയർന്നുവരുന്നുണ്ടെന്നും CPM മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പറഞ്ഞു. ക്യാമ്പസുകളിൽ ഹിന്ദുത്വാശയങ്ങളെ ഏറ്റവും ശക്തമായി ചെറുക്കുന്നത് ഇടതുപക്ഷവും ദളിത് സംഘടനകളുമാണ്. കമ്മ്യൂണിസ്റ്റായ കന്നയ്യയും അംബേദ്കറിസ്റ്റായ രോഹിത് വെമുലയും ആക്രമിക്കപ്പെടുന്നത് അതുകൊണ്ടാണെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. So there are many issues on which we unite. So the slogan which has come is the red and the blue unite. That is the slogan. Lal Salam and Neel Salam. That is coming from the students themselves to face this Hindutva offensive. ന്യൂനപക്ഷ സംഘടനകളടക്കം ആരുടേതായാലും അഭിപ്രായ സ്വാതന്ത്ര്യം അടിച്ചമർത്തപ്പെട്ടാൽ അതിനെ ചെറുക്കും. Any political or any ideological or any social trend is sought to be suppressed. We will oppose that. Whether it is minority students, whether it is Dalit, whether it is any other section. മതവിശ്വാസി അല്ലെങ്കിലും മുസ്ലിം നാമധാരിയായതുകൊണ്ടാണ് ഉമർ ഖാലിദിനെ ഭരണകൂടവും ഒരു വിഭാഗം മാധ്യമങ്ങളും ലക്ഷ്യമിടുന്നത്. Actually, Umar Khalid, as everybody knows, he claims he is a Marxist. He does not believe even in religion. But because he has a Muslim name and a Muslim identity, they are making him a target. In fact, a section of the media also have targeted him. ക്യാമ്പസുകളിൽ ഉയർന്നുവരുന്ന പുതിയ വിശാല ഐക്യം പുറത്തും പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയും പ്രകാശ് കാരാട്ട് പ്രകടിപ്പിച്ചു. TK ഹരീഷ്, മീഡിയ വൺ, ഡൽഹി. CPM നേതാവ് ശ്രീ MB രാജേഷ് MP ഡൽഹിയിലുണ്ട്. ദലിത് ചിന്തകനായുള്ള ശ്രീ സണ്ണി M കബിക്കാട് തൃശ്ശൂർ സ്റ്റുഡിയോയിൽ. ശ്രീ അഷ്റഫ് കടക്കൽ, അധ്യാപകനും രാഷ്ട്രീയ നിരീക്ഷകനും, അദ്ദേഹം തിരുവനന്തപുരം സ്റ്റുഡിയോയിലുമായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ MB രാജേഷ്, വൈകിയെങ്കിലും ജാതി പ്രശ്നത്തെ സവിശേഷമായി അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് CPM എത്തിയിരിക്കുന്നു. അതിൻ്റെ സൂചനകളാണ് പ്രകാശ് കാരാട്ടിൻ്റെ വാക്കുകളിലുള്ളത് എന്ന് വ്യാഖ്യാനിക്കാവുന്ന സാഹചര്യമാണോ ഇത്? ജാതി പ്രശ്നത്തെ വൈകി CPM തിരിച്ചറിയുന്നു എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. നേരത്തെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ എല്ലാം CPIM ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്, ഏറ്റെടുത്തിട്ടുണ്ട്. ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകണമെങ്കിൽ പിന്നീട് നമുക്ക് പോകാം. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം, വളരെ പെട്ടെന്ന് ഓർക്കാവുന്നു. പ്രകാശ് കാരാട്ടാണല്ലോ ഇൻ്റർവ്യൂ കൊടുത്തത്. തമിഴ്നാട്ടിലെ മധുരയ്ക്കടുത്ത് ഉത്തപുരത്ത് സവർണർ ജാതി മതിൽ കെട്ടിപ്പൊക്കിയപ്പോൾ അവർണർ ജീവിക്കുന്ന പ്രദേശത്തെ വേർതിരിക്കാൻ വേണ്ടി സവർണ മതിൽ കെട്ടിപ്പൊക്കിയപ്പോൾ അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചാണ് നിന്നത്. അന്ന് പ്രകാശ് കാരാട്ട് നേരിട്ട് അവിടെ ചെന്ന് നിന്നുകൊണ്ടാണ് ആ മതിൽ പൊളിച്ചു മാറ്റിയത്. അത് രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ച ഒരു സമരമായിരുന്നു. ഒരു ഉദാഹരണം ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു വെളിപാടിൽ നിന്നല്ല ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ സാഹചര്യങ്ങളിൽ ജാതീയമായിട്ടുള്ള അടിച്ചമർത്തൽ
വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. വർഗസമരത്തിന് തന്നെ ജാതീയമായിട്ടുള്ള അടിച്ചമർത്തലിൻ്റെതായ ഒരു ഉള്ളടക്കമുണ്ട്. ഇന്ത്യൻ സാഹചര്യങ്ങളിൽ വർഗസമരം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ചൂഷണം മാത്രമല്ല, ജാതീയവും സാമൂഹികവുമായിട്ടുള്ള ചൂഷണം കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ CPIM തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് ഇടപെടലുകൾ പാർട്ടിയുടെ സാധ്യതയ്ക്കും ശേഷിക്കും കഴിവിനുമെല്ലാം അനുസരിച്ച് അത്തരം ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് രാജ്യത്താകെ അത് വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ തിരിച്ചറിയപ്പെടുകയും ചെറുത്തുനിൽപ്പും പ്രതിരോധവും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ആ പ്രതിരോധത്തിൽ ദളിത് സംഘടനകളും ഇടതുപക്ഷവും കൂടുതൽ ഐക്യപ്പെട്ട് പ്രവർത്തിക്കുന്ന കാഴ്ച നമുക്ക് രാജ്യത്താകെ കാണാൻ കഴിയും. അത് JNUവിൽ വളരെ സവിശേഷമായ നിലയിൽ തന്നെ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദളിത് സംഘടനകൾ മാത്രമല്ല, ന്യൂനപക്ഷങ്ങളും ഇന്ന് ടാർഗറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും ഒക്കെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ ഇടതുപക്ഷമുണ്ട്. തിരിച്ചു വരാം. ശ്രീ സണ്ണി എം കബിക്കാട്, ദളിത് ഇടതുപക്ഷ സംഘടനകളുടെ ഐക്യം സാധ്യമാണ്. ഒന്നിച്ചു നിന്ന് പോരാടേണ്ടുന്ന സവിശേഷമായ സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിയുകയും അത് തുറന്നു പറയുകയും ചെയ്യുന്നു മുൻ ജനറൽ സെക്രട്ടറി എന്നുള്ളതാണ് ഈ അഭിമുഖത്തെ ഒരുപക്ഷെ സവിശേഷമാക്കി തീർക്കുന്നത്. ഈ കാലത്തെ തിരിച്ചറിയുന്ന ആ നീക്കത്തോട് ഏത് നിലക്കാണ് ദളിത് സംഘടനകൾ പ്രതികരിക്കേണ്ടത്? ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ നീക്കത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അതിലത്തെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മുഴങ്ങുന്ന മുദ്രാവാക്യത്തിന്റെ ഉള്ളടക്കം ഇടതുപക്ഷ ദളിത് ഐക്യമാണ് എന്നത് ഒരു ഓവർ എസ്റ്റിമേഷൻ ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷന്റെ നേതാവായിരുന്ന രോഹിത് വെമുല ആത്മഹത്യ ചെയ്തു. ആ സംഘടന ആ ക്യാമ്പസിനകത്ത് ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ യഥാർത്ഥത്തിൽ ASA നേതൃത്വം കൊടുത്തത് ദളിതുകൾ, മുസ്ലിങ്ങൾ, പിന്നോക്ക വിദ്യാർത്ഥികൾ, ആദിവാസികൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ ഒരു ഐക്യനിരയാണ് അവരവിടെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത്. മാത്രവുമല്ല, അംബേദ്കറിസത്തെ ഒരു സിദ്ധാന്തമായി മുന്നോട്ട് വെക്കുകയും അതിനെ പിന്തുണയ്ക്കുന്ന സവർണ വിദ്യാർത്ഥികളടക്കം അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ ഭാഗമായിരുന്നു എന്നുകൂടി നമ്മൾ കാണണം. ഇതിനെ കേവലമായ ഒരു ദളിത് ഇടതുപക്ഷ ഐക്യന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് ഒരു യഥാർത്ഥത്തിൽ ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്താലുള്ളൊരു പ്രശ്നം, യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കാമ്പസുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള വിദ്യാർത്ഥി സമൂഹത്തിന്റെ അഭിലാഷങ്ങളെ ശരിയായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ ഒരു പരിമിതി. രണ്ടാമതൊരു കാര്യം, നാളിതുവരെ ഇല്ലാത്ത വിധം ഈ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ് എന്നത് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇന്ത്യയിലെ ഫാസിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഉള്ളടക്കമെന്ന് പറയുന്നത് ജാതി വിവേചനത്തിനെതിരെയും ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള കർശനമായൊരു നിലപാടാണ് എന്ന കാര്യം ചരിത്രത്തിൽ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹത്തിന്റെ തിരിച്ചറിവുകൾ ചരിത്രത്തിലും രാഷ്ട്രീയത്തിലുമുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചറിവുകൾ സമകാലീന ഇന്ത്യയിൽ വളരെ പ്രസക്തമാവുകയും അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നു എന്നതും കൂടി നാം കാണേണ്ടതുണ്ട്. ഇത്തരം യാഥാർത്ഥ്യങ്ങളെ കാണാതെ ഇത് ഇടതുപക്ഷ ദളിത് മുസ്ലിം ഐക്യമാണെന്ന് വ്യാഖ്യാനിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾക്ക് എന്തായാലും ഇടതുപക്ഷം കൃത്യമായും മറുപടി പറയേണ്ടി വരും. ഒന്ന്, ജാതി വിവേചനത്തോടും ജാതി വ്യവസ്ഥയോടും എന്ത് തരത്തിലുള്ള പുതിയ സമീപനമാണ് ഇടതുപക്ഷം കൈക്കൊണ്ടത് എന്നത് വിശദീകരിക്കണം. തീർച്ചയായിട്ടും MP രാജേഷ് പറഞ്ഞതുപോലെ പ്രായോഗികമായ ഇടപെടൽ ഉത്തംപുരയിലടക്കം നിരവധി സ്ഥലങ്ങളിൽ പ്രായോഗികമായ ഇടപെടൽ ഇടതുപക്ഷം നടത്തിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഈ പ്രശ്നത്തോടുള്ള സമീപനത്തിൽ എന്ത് പുതിയ മാറ്റമാണ് വരുത്തിയത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും പ്രകാശ് കാരാട്ട് പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും സാധ്യതയുള്ളൂ എന്ന് ഞാൻ കാണുന്നു. ശ്രീ MP രാജേഷ്, പ്രായോഗികമായ ഇടപെടലുകൾ നടത്തുക എന്നതിലപ്പുറം സൂക്ഷ്മമായിട്ടുള്ള നിലയ്ക്ക് ജാതി എന്ന പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നതിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നാണല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതേത് നിലക്കാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് എന്നാണ് താങ്കൾ കാണുന്നത്, കരുതുന്നത്? ശ്രീ സണ്ണി എം കബിക്കാട് പറഞ്ഞതിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. ഞാൻ അദ്ദേഹത്തിന് വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണമുണ്ട്. ആ വീക്ഷണം ഉയർത്തിപ്പിടിക്കാനുള്ള അവകാശത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിലൊരു വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു.
അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു, പ്രായോഗികമായിട്ടുള്ള നിലപാടുകൾ CPIM ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുണ്ട്. ഉത്തപുരത്തിൻ്റെ ഒന്നും കാര്യത്തിൽ അദ്ദേഹം തർക്കമുന്നയിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം പ്രയോഗം വേറെയും സിദ്ധാന്തം വേറെയുമല്ല. ഒരു സൈദ്ധാന്തിക നിലപാടിൽ നിന്നാണ് പ്രയോഗം ഉണ്ടാവുന്നത്. ആ സൈദ്ധാന്തിക നിലപാടിൽ നിന്ന് അനുസരിച്ച പ്രയോഗമാണ് കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് പുതിയ നിലപാട് എന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നേരത്തെ ഈ ജാതീയമായിട്ടുള്ള അതിക്രമങ്ങൾ, അടിച്ചമർത്തലുകൾ, ജാതി ചൂഷണത്തിന്റെ പ്രശ്നത്തോട് വ്യത്യസ്തമായൊരു നിലപാടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിനെ എതിർക്കാൻ നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഭാര്യയെ തല്ലുന്നത് നിർത്തിയോ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. അങ്ങനെ ചോദിച്ചാൽ നിർത്തി എന്ന് പറഞ്ഞാൽ നേരത്തെ തല്ലിയിരുന്നു എന്നാണ്, നിർത്തിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴും തല്ലിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് പുതിയ സമീപനത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കമ്മ്യൂണിസ്റ്റുകാർ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെയൊക്കെ ചരിത്രം നമുക്കറിയാം, ജാതി വിരുദ്ധ സമരത്തിന്റെ മുൻപന്തിയിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു എന്നത് സണ്ണിയം കപ്പിക്കാട് നിഷേധിക്കുമെന്ന് തോന്നുന്നില്ല. ജാതി വിരുദ്ധ സമരത്തിന്റെ, അതുപോലെ നാടുവാഴിത്ത വിരുദ്ധ സമരത്തിന്റെ ഒപ്പം ഭൂപരിഷ്കരണം ഉൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള സമരം, ഇതെല്ലാം ചേർന്നതാണ്. ഒരേ സമയം സാമൂഹിക നവോത്ഥാനത്തിനും നാടുവാഴിത്തത്തിന്റെ സാമ്പത്തിക ചൂഷണത്തിനും എതിരായിട്ടുള്ള സമരമാണ് കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. അതാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു ശക്തിയാക്കി മാറ്റിയിട്ടുള്ളതും അതാണ്. എന്നാൽ ഇന്ത്യയിൽ എല്ലായിടത്തും അതുപോലെ വളർന്നു വന്നിട്ടില്ല എന്നത് അതിന് ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇന്ത്യയിലെ സാമൂഹിക നവോത്ഥാനത്തിന്റെ, സാമൂഹിക വളർച്ചയുടെ അസമമായിട്ടുള്ള സ്വഭാവം എല്ലാം അതിലുണ്ട്. കേരളത്തിലും ബംഗാളിലുമൊക്കെ അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്നിട്ടുള്ളത്. അതല്ലാതെ ജാതി ചൂഷണത്തെ അഡ്രസ്സ് ചെയ്യാതെ അല്ല ഈ രണ്ട് സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് കേരളത്തിലും ബംഗാളിലുമെല്ലാം ഈ ദളിത് വിഭാഗങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനകീയ അടിത്തറയുടെ ഒരു പ്രധാനപ്പെട്ട ജനകീയ അടിത്തറ എന്നത് തന്നെ ഇവരാണ്. അപ്പം അതുകൊണ്ട് അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊന്ന്, ഇപ്പോൾ ഉയർന്നു വരുന്ന മുന്നേറ്റം ഇടതുപക്ഷ ദളിത് ന്യൂനപക്ഷ ഐക്യം മാത്രമാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പക്ഷേ ഈ മുന്നേറ്റത്തിൽ ഇടതുപക്ഷ ദളിത് ഐക്യം ഉണ്ട് എന്നത് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. ശ്രീ സണ്ണിയം കപ്പിക്കാട് ഒരു കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നു. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് SFI നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ്. SFI നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലെ സഖ്യകക്ഷി മറ്റൊരു ദളിത് വിദ്യാർത്ഥി സംഘടനയാണ്. അനേകം ദളിത് വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അതിന്റെ പേര് DSU എന്നോ മറ്റാണ്, ദളിത് സ്റ്റുഡൻസ് യൂണിയൻ എന്നോ മറ്റാണ്. ഒരു ദളിത് വിദ്യാർത്ഥി സംഘടനയും SFIയും ചേർന്ന മുന്നണിയാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത്. യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർമാൻ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മലയാളിയായിട്ടുള്ള വിദ്യാർത്ഥിയുമാണ്, SFIയുടെ നേതാവാണ്. അദ്ദേഹം ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഇനി JNUവിലേക്ക് വന്നാൽ കന്യാകുമാർ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ആണ് അവിടെ. അദ്ദേഹം CPIയുടെ അംഗം കൂടിയാണ്, AISFന്റെ നേതാവ് എന്നതോടൊപ്പം. അതുകൊണ്ടാണ് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറഞ്ഞ്. കനയ്യകുമാർ അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ അദ്ദേഹം പ്രകടനം നടത്തിയത് AISFന്റെ മാത്രം കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നില്ല എന്ന് JNUവിലെ വിദ്യാർത്ഥികൾ എന്നോട് പറയുകയുണ്ടായി. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച കൊടി അവിടുത്തെ ദളിത് വിദ്യാർത്ഥി സംഘടനയുടെയും അതുപോലെ മറ്റു ചില സംഘടനകളുടെയും എല്ലാം കൊടികൾ ഒരേ സമയം കയ്യിലേന്തിയിട്ടാണ്. ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പാണ് JNUവിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ അദ്ദേഹം അവിടെ വിജയ ആഹ്ലാദ റാലി നടത്തിയത് എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി ഈ ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ പലരും, അവിടുത്തെ സുഹൃത്തുക്കളായിട്ടുള്ള പലരും ഓർമ്മിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു ഐക്യം കുറെ കാലമായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ ശക്തിപ്പെടുത്തുന്നു ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ. ശ്രീ അഷ്റഫ് കടക്കൽ, ഈ ഇടതുപക്ഷ ദളിത് പക്ഷ ഐക്യം മാത്രമല്ല, ദളിത് സംഘടനകളുടെ ഐക്യം മാത്രമല്ല, ഉമർ ഖാലിദിൻ്റെ ന്യൂനപക്ഷ മുസ്ലിം ഐഡൻറ്റിറ്റിയാണ് അയാളെ വേട്ടയാടാൻ തയ്യാറാകുന്നതിന് പ്രേരകമാകുന്നത് എന്നതുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ ഏത് നിലക്കാണ് താങ്കൾ കാണുന്നത്? അല്ല, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പറഞ്ഞു വന്ന കാര്യത്തിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വളരെ കാലമായി നേരിടുന്നൊരു വലിയ പ്രതിസന്ധി കാസ്റ്റും ക്ലാസും തമ്മിലുള്ള അതിർവരമ്പ് എവിടെ വരയ്ക്കണം എന്നുള്ളൊരു വിഷയത്തിലാണ്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി പോളിറ്റിക്സ്, സ്വത്ത് രാഷ്ട്രീയമൊക്കെ ശക്തിപ്പെട്ടു വരുന്ന, പ്രത്യേകിച്ചും ക്യാമ്പസുകളിൽ ശക്തിപ്പെട്ടു വന്നപ്പോൾ അതിലെന്ത് പൊസിഷൻ എടുക്കണം എന്നത് SFI അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. സണ്ണി കപ്പിക്കാട് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഹൈദരാബാദിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി, JNU കഴിഞ്ഞാൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് ഇന്ന് വിദ്യാർത്ഥി ഉണർവുകളുടെ, പുതിയ ആശയങ്ങളുടെ, പുതിയ ഡയലോഗിൻ്റെ, പുതിയ ഡിസ്കഷൻസിൻ്റെയൊക്കെ ഒരു
തലമായി ഒരു ക്യാമ്പസായി മാറിയിട്ടുള്ളത്. അപ്പോൾ ആ ക്യാമ്പസുകളിൽ നിന്നാണ് വളരെ പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ, ഒരുപക്ഷെ JNU വിദ്യാർത്ഥികളെക്കാൾ നന്നായി പെർഫോം ചെയ്യുന്ന സോഷ്യൽ സയൻസിൻ്റെ മേഖലകളിലൊക്കെയുള്ള നല്ല വിദ്യാർത്ഥികൾ ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇപ്പോൾ JNU ഈ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റികളിലെ ഈ പുതിയ ഉണർവ്, ആ ഉണർവിന് പല സ്വഭാവമുണ്ട്. അത് CPM അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഉമർ ഖാലിദിൻ്റെ മുസ്ലിം ഐഡൻറ്റിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചർച്ച ചെയ്യാവുന്നൊരു കാര്യമാണ് എങ്ങനെയാണ് ഈ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ദലിത് മുസ്ലിം ഭായി ഭായി എന്ന ഒരു മുദ്രാവാക്യം ഉയർന്നു വന്നത്. അപ്പോൾ അത് ഈ മുസ്ലിം വിദ്യാർത്ഥികൾ മതസംഘടനകളുടെ ചട്ടക്കൂട്ടിൽ നിന്ന് പുറത്തു വന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. പക്ഷേ അവർക്കിടയിലുണ്ടായ ഒരു ബൗദ്ധികമായ ഉണർവുണ്ട്. ആ ബൗദ്ധികമായ ഉണർവ് അവർക്ക് നൽകിയ ഒരു ആർജവവും കൂടുതൽ ശക്തിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ക്യാമ്പസിൻ്റെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ മാത്രമല്ല, രാജ്യം നേരിടുന്ന എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളെയും ചർച്ച ചെയ്യാനും അഭിമുഖീകരിക്കാനും അഭിപ്രായങ്ങൾ രൂപപ്പെടുത്താനും അത് രാഷ്ട്രത്തിന് മുന്നിൽ സമർപ്പിക്കാനുമൊക്കെയുള്ള ഒരു ആർജവവും ഒരു ബൗദ്ധികമായ വളർച്ചയും ഒക്കെ നേടിയ മൈനോറിറ്റീസിൽ നിന്നുള്ളൊരു കമ്മ്യൂണിറ്റി. ഞാനത് എടുത്തു പറയാൻ കാരണം പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ നേരത്തെ ഈ ക്യാമ്പസുകളിൽ ഉണ്ടായിരുന്നത് മുസ്ലിം സമുദായത്തിലെ എലീറ്റുകളുടെ പ്രാതിനിധ്യം മാത്രമായിരുന്നു. ഇപ്പോൾ ഉത്തരേന്ത്യയിലേക്ക് ചെന്ന് നോക്കിയാൽ സയ്യിദുമാർ, അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള ഖാൻമാർ, അങ്ങനെ അതിന് താഴേക്കുള്ള ആളുകളുടെ പ്രാതിനിധ്യം വളരെ കുറവായിരുന്നു. അതേസമയം ഇപ്പോൾ JNUവിലായാലും ഹൈദരാബാദിലെ യൂണിവേഴ്സിറ്റിയിലെല്ലാം മറ്റു ഇത്തരത്തിലുള്ള ശക്തമായ വിദ്യാർത്ഥി രാഷ്ട്രീയം സജീവമായുള്ള ക്യാമ്പസുകളിലേക്കൊക്കെ കടന്നു ചെന്നാൽ, ബൗദ്ധികമായ ഔന്നിത്യം പുലർത്തുന്ന നിലവാരം പുലർത്തുന്ന ക്യാമ്പസുകളിലേക്ക് കടന്നു ചെന്നാൽ അവിടെയുള്ള ദലിത് വിദ്യാർത്ഥികളും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് തന്നെ ഫ്യൂഡൽ സെറ്റപ്പിൽ നിന്ന് താഴെയുള്ള ഒരു വിദ്യാർത്ഥികളുടെ തള്ളിക്കയറ്റമുണ്ട്. അപ്പോൾ ഈ ദലിത് വിദ്യാർത്ഥികളും മുസ്ലിം വിദ്യാർത്ഥികളും ഈ പുതിയ പുത്തൻ ഉണർവുമായി പുത്തൻ ആശയങ്ങളുമായി ക്യാമ്പസുകളിലേക്ക് കടന്നു വന്ന് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് ഇന്ന് ക്യാമ്പസിൻ്റെ രാഷ്ട്രീയമായി മാറിയിരിക്കുന്നത്. ആ ക്യാമ്പസുകളുടെ രാഷ്ട്രീയത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇനിയും വേണ്ടവണ്ണം തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന ഒരു പ്രതിസന്ധിയാണ് ആ പാർട്ടി നേരിടുന്നത്. അതിനൊരു തിരുത്തു കുറിക്കാൻ CPMൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പറുമായ പ്രകാശ് കാരാട്ടിൻ്റെ ഇന്നത്തെ അഭിമുഖം അതിനൊരു വലിയ പ്രസക്തിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവരുടെ പ്ലീനത്തിലും പാർട്ടി കോൺഗ്രസ്സിലും സമ്മേളനങ്ങളിലുമൊക്കെ ഈ വിഷയം കാര്യമായി ചർച്ചയ്ക്ക് വരണമായിരുന്നു. ആ അർത്ഥത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് ഈ ദലിത് രാഷ്ട്രീയമായാലും ന്യൂനപക്ഷ രാഷ്ട്രീയമായാലും ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇത്തരത്തിലുള്ള വേദികളിൽ വന്നതായിട്ട് അവരുടെ രേഖകളിൽ കാണുന്നില്ല. അപ്പോൾ ഇത് കേവലം പാർട്ടി നേതാവ് ഈ പ്രത്യേകിച്ച് സവിശേഷമായ JNUവിൻ്റെ രാഷ്ട്രീയ ഇപ്പോഴുണ്ടായ പുതിയ സാഹചര്യത്തിൽ നടത്തിയ ഒരു പ്രസ്താവന എന്നതിലുപരി ഒരു പുതിയ തിരിച്ചറിവിൻ്റെയോ അല്ലെങ്കിൽ പുതിയൊരു നയം മാറ്റത്തിൻ്റെയോ ഭാഗമായി കാണേണ്ടതില്ല. പ്രത്യേകിച്ചും JNUവിൽ SFI അടക്കമുള്ള പ്രസ്ഥാനം ക്ഷയിക്കുകയും, ഇപ്പോൾ രാജേഷ് കാര്യങ്ങളെ വളരെ വസ്തുനിഷ്ഠമായി കാണുന്ന ഒരാളാണ്. ഇപ്പോൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ദലിത് പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ദലിത് ഐഡിയോളജി, അംബേദ്കർ ഐഡിയോളജിയെ മുന്നോട്ട് വയ്ക്കുന്ന പ്രസ്ഥാനങ്ങളായിരുന്നു അവിടെ ഈ അടുത്ത കാലം വരെ ക്യാമ്പസ് ഭരിച്ചിരുന്നത്. ഇപ്പോഴാണ് അതിലൊരു ചെറിയ, പക്ഷേ എങ്കിൽ പോലും ഹൈദരാബാദിലെ ക്യാമ്പസിൻ്റെ ശക്തമായ ഒരു സാന്നിധ്യമായി, ഒരു ശക്തിയായി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ. അതിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ വിഭാഗങ്ങളും ഉണ്ട്. അതിൽ കൃത്യമായി കൃത്യമായി അതിന്റെ ഭാഗമായി മാറാതിരിക്കുന്നത് SFI പോലുള്ള പ്രസ്ഥാനങ്ങളാണ്. ഒരു നിമിഷം ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ MP രാജേഷ് കൈപോകുന്നുണ്ട്. ശ്രീ MP രാജേഷ്, താങ്കൾക്ക് പറയാം. ശ്രീ അഷ്റഫിൻ്റെ അദ്ദേഹം പറഞ്ഞത് തന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. കാരണം അദ്ദേഹം വസ്തുതകളെ ശരിയായിട്ട് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഖേദമുണ്ട് അങ്ങനെ പറയേണ്ടി വരുന്നതിൽ. ഞാനിതൊരു സങ്കുചിതമായിട്ടുള്ള തർക്കമാക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ സങ്കുചിതമായിട്ടുള്ള മുൻവിധികളുടെ അടിസ്ഥാനത്തിൽ തർക്കിക്കേണ്ട ഒരു സന്ദർഭവുമല്ല. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അങ്ങനെ മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചില മുൻവിധികളിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് പ്രധാനമായിട്ടും ഇടതുപക്ഷത്തെ ചെറുതാക്കുക എന്ന ലക്ഷ്യത്തിൽ ഇപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക്. കാരണം അദ്ദേഹം ആവർത്തിച്ച് ഇപ്പോഴുണ്ടായിട്ടുള്ള മാറ്റങ്ങളൊന്നും CPMന് മനസ്സിലായിട്ടില്ല, CPMൻ്റെ രേഖകളിലൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല, അദ്ദേഹം CPMൻ്റെ രേഖകളൊന്നും വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. CPIMൻ്റെ കഴിഞ്ഞ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചിട്ടുള്ള പ്രത്യയശാസ്ത്ര പ്രമേയത്തിൽ ഒരു പ്രധാന ഭാഗം തന്നെ ഈ ജാതി വിവേചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സ്വത്ത് രാഷ്ട്രീയം, ഇതിനെ ഒരു സ്വീകരിക്കുന്ന സമീപനം, ഇതൊക്കെയാണ്. നേരത്തെ തന്നെ അത് സംബന്ധിച്ചൊരു സമീപന രേഖ പ്രത്യേകമായിട്ടും CPIM ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ വിമർശിക്കുന്നതിന് തെറ്റൊന്നുമില്ല, വിമർശിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. ഞങ്ങൾ വിമർശിക്കപ്പെടാൻ പാടില്ലാത്തവരാണെന്ന് ഞാൻ കരുതുന്നില്ല.
പക്ഷേ വസ്തുനിഷ്ഠമായിരിക്കണം വിമർശനം. ആ രേഖകളിൽ ഇതൊന്നും കാണുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു തന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹത്തിന് വേണമെങ്കിൽ രേഖകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഇന്ന കുറവുകളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എന്ന് പറയാമായിരുന്നു. അപ്പൊ അദ്ദേഹം രേഖ കണ്ടിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് CPM-ന്റെ രേഖകളിൽ ഇതൊന്നുമില്ല എന്ന് പറഞ്ഞത്. പ്ലീനത്തിന്റെ രേഖയിൽ പ്രധാനമായിട്ട് ഇതല്ല ചർച്ച ചെയ്തത്. അത് പ്ലീനം ഓർഗനൈസേഷണൽ പ്ലീനമായിരുന്നു, അത് സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സ്വത്ത് രാഷ്ട്രീയത്തോട് മുമ്പെടുത്ത നെഗറ്റീവായിട്ടുള്ള നിലപാട് തിരുത്തേണ്ടതില്ല എന്ന് തന്നെയല്ലേ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്? സ്വത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കാം എന്ന് പാർട്ടി രേഖാപരമായി നിലപാടെടുത്തിട്ടുണ്ടോ ശ്രീ MP രാജേഷ്? സ്വത്ത് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാട് ഈ വിശാലമായിട്ടുള്ള ഐക്യത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഈ വർഗപരമായിട്ടുള്ള ഐക്യത്തെ ദുർബലപ്പെടുത്തുന്ന നിലയിൽ ജാതീയവും മതപരവുമായിട്ടുള്ള സ്വത്വബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നു എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. എന്നാൽ അതേസമയം തന്നെ ഇത് ഉയർന്നു വരാൻ ഇടയാവുന്ന ഒരു വസ്തുനിഷ്ഠ സാഹചര്യമുണ്ട്. ആ സാഹചര്യം കാണണം, ആ സാഹചര്യം കമ്മ്യൂണിസ്റ്റുകാർ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ അഷ്റഫ് കടക്കൽ, താങ്കൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഇനിയും മനസ്സിലായിട്ടില്ല, അവർക്ക് മുന്നിൽ വലിയ പ്രതിസന്ധിയുണ്ട് എന്ന് ആവർത്തിച്ചു. പക്ഷേ ഈ JNU സമീപകാല സംഭവ വികാസങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കനയ്യ കുമാർ എന്ന കമ്മ്യൂണിസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന AISF-കാരനായ CPI-കാരനായിട്ടുള്ള കനയ്യ കുമാർ ഈ ലാൽ സലാം നീൽ സലാം എന്ന് വിളിക്കുന്നത് ഒരു തടസ്സവുമില്ലാതെയാണ്. ലാൽ സലാം നീൽ സലാം എന്ന് വിളിക്കുന്നു. അംബേദ്കറെ എടുത്താണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഭാവിയിൽ ഒരു CPI നേതാവാണല്ലോ അദ്ദേഹം. അത് വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്നൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹം മറ്റൊരു ഉദാഹരണം ശ്രീ MP രാജേഷ് ചൂണ്ടിക്കാണിച്ചു. HCU-വിൽ ഹൈദരാബാദ് സർവകലാശാലയിൽ അവർ ഭരിക്കുന്നത് ഒരു DSU എന്ന ഒരു ദളിത് സ്റ്റുഡൻസ് യൂണിയനുമായിട്ട് ചേർന്നാണ്. ഏതെങ്കിലും തരത്തിലുള്ള എബേർഷൻ വെച്ചുകൊണ്ടല്ല ഈ സമീപകാലത്തെങ്കിലും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളടക്കമുള്ള ആളുകൾ ഈ ദളിത് സംഘടനകളോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ അവർ പരസ്പരം ചേർന്ന് നിൽക്കുന്ന ഒരു ഐക്യപ്പെടലിൻ്റെ രൂപം എളുപ്പത്തിലുണ്ടായി വന്നതായി കാണുന്നുണ്ട്. അപ്പോൾ തന്നെയും താങ്കൾ ഇവർക്കിടയിൽ പ്രതിസന്ധിയുണ്ട്, ജാതി പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഏത് പോയിന്റുകളുടെ അടിസ്ഥാനത്തിലാണ്? ഇന്ത്യയിലെ ദലിതുകൾക്ക് പ്രശ്നമില്ല, ആ പ്രശ്നം CPM-ന് മനസ്സിലായിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഈ 94 മുതൽ 99 വരെ JNU-ലുണ്ടായിരുന്ന ഒരാളാണ്. ആ ക്യാമ്പസിൽ പഠിച്ചിരുന്നൊരു വ്യക്തിയാണ്. അന്നും അവിടെ സജീവമായിരുന്ന ദലിത് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻസ്, ദലിത് സ്റ്റുഡൻസ് ഫോറം എന്നൊക്കെ ഉള്ള പേരിൽ അറിയപ്പെട്ട പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങളോട് അങ്ങേയറ്റത്തെ ശത്രുതയോടുള്ള സമീപനമാണ് അന്നും SFI അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് കനയ്യ കുമാറിന് ഈ ദലിത് ഇഷ്യൂ ഉയർത്തുകയും ദലിത് പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യുകയും ചെയ്യേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ, JNU-ലെ ആർക്കും നിഷേധിക്കാനാകാത്ത ഈ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞതുപോലെ ഒരു ശക്തിയായി ഈ പ്രസ്ഥാനങ്ങൾ മാറി എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ ഏറ്റവും നമുക്കൊന്നും യോജിക്കാൻ കഴിയാത്ത തരത്തിലുള്ള DSU ആണ് സാധാരണ അങ്ങേയറ്റത്തെ റാഡിക്കൽ മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തുന്നത്. DSU-ൽ പോലും പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. എന്താ വിഷയം? DSU ഭിന്നിച്ചു. അതിൻ്റെ പ്രധാന കാരണം ദലിത് ക്വസ്റ്റ്യൻ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്ന വിഷയത്തിലാണ്. ആ ഭിന്നിപ്പിന് ശേഷം ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികൾ, അതിലാണ് ഉമർ ഖാലിദ് അടക്കമുള്ള ആളുകൾ വരുന്നത്. ആ ദലിത് രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കണം എന്ന അഭിപ്രായത്തിന് മേൽക്കൈ കിട്ടുകയും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ആ ഭാഗവുമായി ഒത്തുപോകാനുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്തു. അപ്പോൾ അങ്ങേയറ്റത്തെ റാഡിക്കൽ സ്വഭാവമുള്ള ഒരുപക്ഷെ മാവോയിസ്റ്റ് ഐഡിയോളജിയുമായി കൂടുതൽ അടുത്ത് നിൽക്കുന്ന DSU പോലുള്ള പ്രസ്ഥാനങ്ങളെ പോലും അംബേദ്കർ പ്രത്യയശാസ്ത്രം, അംബേദ്കർ മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയം, അംബേദ്കർ മുന്നോട്ട് വെച്ച ഒരു ചിന്താധാര ഇന്ന് ഏറ്റവും അധികം സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളായാലും അല്ലെങ്കിൽ ദലിത് വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളായാലും അവരുടെ രാഷ്ട്രീയമായ ആശയ അടിത്തറ രൂപപ്പെടുത്തുന്നതിന് മറ്റ് ഏതൊരു സിദ്ധാന്തത്തെക്കാളും മറ്റേതൊരു പ്രത്യയശാസ്ത്രത്തെക്കാളും അംബേദ്കർ ഫിലോസഫിയോ അംബേദ്കർ പ്രത്യയശാസ്ത്രത്തെയോ അംബേദ്കർ ചിന്താധാരയോ ആശ്രയിക്കുന്നു എന്നത് ഒരു ചെറിയ കാര്യമായി കാണാൻ കഴിയില്ല. ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ലാൽ സലാം നീൽ സലാം എന്ന മുദ്രാവാക്യമൊക്കെ ഉയർന്നു വരുന്നത്. അപ്പോൾ ഈ സ്വത്ത് രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വരുന്നത്, ഈ രാഷ്ട്രീയം ഇന്ന് പ്രകാശ് കാരാട്ട് മുന്നോട്ട് വെച്ച ആശയത്തിന് സമാനമായ ഒരു രാഷ്ട്രീയം കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിൽ ഉയർത്തുന്ന ഒരു വ്യക്തിയാണ് KEN സ്വത്വരാഷ്ട്രീയവും സ്വത്വവാദവും മുന്നോട്ട് വെച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഇന്ന് KEN-നെ മറ്റെങ്ങും കാണാനില്ല. വല്ലപ്പോഴും നേരത്തെ എന്നും സജീവമായി പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യുന്നതിന്, പാർട്ടിയെ പ്രതിരോധിക്കുന്നതിന് സജീവമായി ചാനലുകൾ വന്നിരുന്ന
എം.എൻ. വിജയൻ മാഷിനെ പോലും കടന്നാക്രമിച്ചുകൊണ്ട് പാർട്ടിയെ പ്രതിരോധിക്കാനുണ്ടായിരുന്ന KN ഇന്ന് എന്ത് സംഭവിച്ചു എന്ന് ഓരോ മലയാളി തീർച്ചയായും അതൊരു പോയിന്റ് ആണെങ്കിലും നമ്മുടെ യഥാർത്ഥ പ്രധാനപ്പെട്ട വസ്തുതയിൽ നിന്ന് മാറിപ്പോകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാനൊന്ന് ഇടപെടൽ ക്ഷമിക്കണം ശേഷം കടകൽ. ശ്രീ സണ്ണി എം കബിക്കാട്, യാഥാർത്ഥ്യത്തെ, അതായത് അംബേദ്കർ രാഷ്ട്രീയം അതിൻ്റെ ശക്തിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇടതുപക്ഷ സംഘടനകൾ അവരോട് ചേർന്ന് നിൽക്കാൻ ധൈര്യപ്പെടുന്നത് എന്ന് ശ്രീ അഷ്റഫ് കടകൽ പറയുന്നുണ്ട്. യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നു, വൈകിയെങ്കിലും അവർ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുകയും ലാൽ സലാമിനൊപ്പം നീൽ സലാം എന്ന് വിളിക്കാൻ ചെറുപ്പക്കാർ തയ്യാറാവുകയും പ്രകാശ് കാരാട്ട് ഒരു ഇൻ്റർവ്യൂവിൽ തുറന്നു പറയുകയും ചെയ്യുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യമല്ലേ? അതിനെ ഇത്രയും കാലം എതിരായ നിലപാടാണ് സ്വീകരിച്ചത് എന്നതുകൊണ്ട് തള്ളിപ്പറയേണ്ടതുണ്ടോ? ഇത്രയും കാലം എതിരായി നിലപാട് സ്വീകരിച്ചു എന്നതുകൊണ്ടല്ല ഈ വിഷയത്തിൽ CPM എന്ന രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന സമീപനത്തെ നമ്മൾ സംശയിക്കുന്നു. അതിൻ്റെ ഒരു കാരണം, ഒന്ന്, ഈ ജാതി വ്യവസ്ഥയാൽ, ജാതീയമായ വേർതിരിവ് അല്ലെങ്കിൽ വിവേചനത്താൽ അടിച്ചമർത്തപ്പെടുന്നവനെ ഞങ്ങൾ താങ്ങി നിർത്തുന്നു, അല്ലെ അവർക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെ ഞങ്ങൾ അവരോടൊപ്പം നിൽക്കുന്നു എന്നത് മാത്രമല്ല ജാതി. നാം അറിയേണ്ട ഒരു കാര്യം, ജാതി എന്നത് അടിച്ചമർത്തൽ മാത്രമല്ല, അത് ഇന്ത്യയിലെ മുഴുവൻ സമൂഹത്തെയും ചൂർന്നു നിൽക്കുന്ന ഒരു ധാർമ്മിക വ്യവസ്ഥയാണ് ജാതി. ആ ജാതിയെ എന്ന് പറഞ്ഞാൽ സവർണനും അവർണനും പട്ടികജാതിക്കാരനും ആദിവാസിയുമൊക്കെ ഒരുപോലെ പങ്കുവയ്ക്കുന്ന ഒരു മൂല്യ സംവിധാനം എന്ന നിലയിൽ ബ്രാഹ്മണ്യത്തെ അഡ്രസ്സ് ചെയ്യാൻ ഇന്ത്യയിലെ മാർക്സിസ്റ്റുകൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന മർമ്മപ്രധാനമായ വിമർശനം. അതുകൊണ്ടാണ് ഇന്ത്യയിലെ BJP മാത്രമല്ല, ഇന്ത്യയിലെ ഇടതുപക്ഷങ്ങളടക്കം വിമർശനത്തിന് വിധേയമാകാറുണ്ട്. ഇപ്പൊ രോഹിത് വെമുല തന്നെ ഇട്ട ഒരു പോസ്റ്റ് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നയരൂപീകരണ സമിതികളിലെ ദളിത് പ്രാതിനിധ്യം ഇല്ലായ്മ അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ വെറുതെ കമ്മ്യൂണിസ്റ്റുകാർ കേവലമായൊരു വിമർശനം ഉന്നയിക്കുന്നല്ല. ഇത് ഇന്ത്യയിലെ ഈ ബ്രാഹ്മണ്യത്തിന്റെ ഐഡിയോളജിയെ മറികടന്നു പോകാൻ ഇടതുപക്ഷത്തിന് കഴിയാത്തത് കൊണ്ടാണ് ഇതുപോലൊരു അവസ്ഥ, അതായത് ഈ കീഴ്ത്തട്ടിന്റെ പ്രാതിനിധ്യമില്ലാത്ത നയരൂപീകരണ സമിതി എന്ന് പറയുന്ന ഒരു ദുരന്തം, ഒരു പ്രതിസന്ധി ഇടതുപക്ഷത്തെ ഭരിക്കുന്നത്. ഇതാണ് നാം അറിയേണ്ടത്. ഇതാണ് നമ്മുടെ വിമർശനം. അതല്ലാതെ കേവലമായി ഇവർക്കിത് ഇന്നലെ മനസ്സിലായോ ഇന്ന് മനസ്സിലായോ എന്നതിന്റെ പ്രശ്നമേ അല്ല. മറിച്ച് കാസ്റ്റ് സിസ്റ്റത്തെ മനസ്സിലാക്കുന്നതിൽ ഇടതുപക്ഷം എത്രമാത്രം മുന്നോട്ട് പോയി എന്നുള്ള മർമ്മപ്രധാനമായ ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. രണ്ടാമതൊരു കാര്യം, ഈ പറയുന്ന അമ്പക്കറൈറ്റുകൾ, ഇന്ന് ഇന്ത്യയുടെ വിവിധ ക്യാമ്പസുകൾ ഉയർന്നു വന്നിട്ടുള്ള അമ്പക്കറൈറ്റുകൾ എന്ന് പറയുന്നത് കേവലമായ ഒരു സംഘടനാ സാന്നിധ്യമല്ല. അവർ ഇന്ത്യയെക്കുറിച്ച് മറ്റൊരു ഭാവന, രാഷ്ട്രീയ ഭാവന, ഇടതുപക്ഷത്തിൽ നിന്ന് ഭിന്നമായി, ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് ഭിന്നമായി മറ്റൊരു രാഷ്ട്രീയ ഭാവന, സാമൂഹിക ഐക്യത്തെ സംബന്ധിച്ച മറ്റൊരു ഭാവനയാണ് മുന്നോട്ട് വെക്കുന്നത്. അതിനോട് സംവദിക്കാൻ ഇടതുപക്ഷത്തിന് രാഷ്ട്രീയമായി കഴിയുമോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഇങ്ങനെ മർമ്മപ്രധാനമായ ചില അടിസ്ഥാനപരമായി ക്ലാരിഫൈ ചെയ്യേണ്ട ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മൂന്നാമതൊരു കാര്യം, ഈ പറയുന്ന ഇപ്പൊ ഇന്ത്യയിൽ വ്യാപകമായിരിക്കുന്ന ഫാസിസ്റ്റ് അധികാരത്തിന്റെ അതിഭീകരമായ പ്രയോഗത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവിൽ യോജിക്കാവുന്ന സ്ഥലങ്ങളിൽ യോജിക്കുന്നു എന്നത് ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യവുമല്ല. അതെപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യവും. അങ്ങനെ ഒരു സാഹചര്യ സമ്മർദ്ദം കൊണ്ട് ഐക്യപ്പെടുന്നു എന്നത് നയപരമായ തിരുത്തലിനും പ്രേരിപ്പിക്കുന്നുണ്ടോ എന്നതാണ് രാഷ്ട്രീയമായ ചോദ്യം. ഇതാണ് നമ്മൾ ഉന്നയിക്കുന്നുള്ളൂ. ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ ഇതാ ഫാസിസം എന്താ വന്നുകൊണ്ടിരിക്കുന്നു, നമ്മളെല്ലാവരും ഐക്യപ്പെട്ടെന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അമ്പക്രൈറ്റ് ഐഡിയോളജിക്ക് പോലും എതിരായ ഒരു കാര്യമാണ്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭം നടത്തുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ദളിത് സംഘടനാ പ്രതിനിധികൾ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, ബ്രിട്ടീഷുകാർ ഇപ്പോൾ ഇന്ത്യ വിട്ടു പോയാൽ ഈ ഇന്ത്യയിലെ സവർണാധിപത്യം ഞങ്ങൾ അതിഭീകരമായി ഭരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതൊരു ചരിത്ര അനുഭവമാണത്. അതുകൊണ്ടൊരു വലിയ ഒഴുക്കുണ്ട്. എല്ലാവരും കൂടി ആ ഒഴുക്കിൽ നിന്നോ എന്നും പറഞ്ഞാൽ ഈ പുതിയ കാലഘട്ടത്തിലെ അമ്പക്രൈറ്റുകൾ അത് സമ്മതിച്ചു തരുമെന്ന് നമ്മൾ വിചാരിക്കരുത്. കാര്യങ്ങൾ ഉറപ്പിക്കേണ്ടതുണ്ട്, വ്യക്തമാക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, പഴയ പോലെ ഒരു ആൾക്കൂട്ടമായിട്ടല്ല ദളിതർ ഈ പുതിയ മുന്നണിയിലേക്ക് വരുന്നത്. അവർ വാക്കുകളുമായിട്ടാണ്, സിദ്ധാന്തങ്ങളുമായിട്ടാണ്, തിരിച്ചറിവുമായിട്ടാണ്. ആ തിരിച്ചറിവിനോട് സംവദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഐക്യസ്വപ്നം വിഫലമാകുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്ന ഒരു കാര്യം. ഞാൻ തിരിച്ചു വരാം, 3 അതിഥികളിലേക്കും തിരിച്ചു വരാം വളരെ പെട്ടെന്ന്, ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ എം പി രാജേഷ്, ജാതി
രാജ്യത്തെ മുഴുവൻ വ്യവസ്ഥകളെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒന്നാണ്. അതിൽ നിന്ന് ഇടതുപക്ഷം ഒരു കാലത്തും മുക്തരാവുകയോ അതേക്കുറിച്ചുള്ള ഗൗരവമായ ചോദ്യങ്ങൾ സ്വയം ചോദിച്ച് തിരുത്തുകയോ ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം സംഘടനാപരമായ കൂട്ടായ്മയ്ക്കൊക്കെ കാരണമാകുമെങ്കിൽ പോലും സ്വയം തിരുത്താനും രാഷ്ട്രീയത്തെക്കുറിച്ച് സൂക്ഷ്മമായി ചിന്തിക്കാനും അതുവഴി ഉള്ള കാര്യങ്ങൾ മനസ്സിലേക്കെടുക്കാനും തയ്യാറാകുമോ എന്നതാണ് ചോദ്യം. എന്നതാണ് അംബേദ്കറൈറ്റുകൾ ഉയർത്തുന്ന പ്രശ്നം. രണ്ടുപേരും ഏതാണ്ട് ഒരേ നിലപാടിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത് എന്നതുകൊണ്ട് പൊതുവായിട്ട് അതിനോട് പ്രതികരിച്ചാൽ മതിയാവും. രണ്ടുപേരുടെയും അഭിപ്രായങ്ങളോട് പൊതുവായി പ്രതികരിച്ചാൽ മതിയാവും എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത്തെ ചോദ്യം ഇവിടെ വന്നത്, നിങ്ങൾ സ്വത്വ രാഷ്ട്രീയത്തെ ഇപ്പോൾ അംഗീകരിച്ചു തുടങ്ങിയോ എന്നാണ്. ഞാൻ അസന്നിഗ്ധമായിട്ട് തന്നെ അത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ സ്വത്വ രാഷ്ട്രീയത്തെ അല്ല ഉയർത്തിപ്പിടിക്കുന്നത്, വർഗ രാഷ്ട്രീയത്തെ തന്നെയാണ്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഡെവലപ്മെന്റിനെ ഞങ്ങൾ താല്പര്യത്തോടെ കാണുന്നു, പ്രായോഗിക തലത്തിൽ ഐക്യമുണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നതിനർത്ഥം വർഗ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സ്വത്വ രാഷ്ട്രീയത്തെ അംഗീകരിച്ചു എന്നുള്ളതേ അല്ല. വർഗ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതും നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. അതാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അതേസമയം ഇന്ത്യയിലെ സവിശേഷമായ സാഹചര്യത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വർഗ സമരത്തിന് ജാതി ചൂഷണത്തിനെതിരായ സമരത്തിന്റെ ഒരു ഉള്ളടക്കം കൂടിയുണ്ട്. അത് ഞങ്ങൾ കാണുന്നുണ്ട്. അത് പ്രായോഗിക തലത്തിൽ അഡ്രസ്സ് ചെയ്യുന്നതിൽ കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഊന്നൽ ഒരുപക്ഷെ ഈ സാമ്പത്തിക തലത്തിൽ വർഗസമരത്തിലായി പോയിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഈ സാമൂഹിക തലത്തിൽ വർഗസമരത്തിന്റെ സാമൂഹികമായിട്ടുള്ള തലമാണ് ജാതി ചൂഷണത്തിനെതിരായിട്ടുള്ള ഉള്ളടക്കം എന്നത്. അത് കുറെ കൂടി ഗൗരവമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അത് ഞങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. പ്രായോഗിക തലത്തിൽ അത് അഡ്രസ്സ് ചെയ്യുന്നതിൽ ചിലപ്പോൾ കുറവുകൾ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ അപ്പോൾ അതുകൊണ്ട് സൈദ്ധാന്തികമായിട്ട് വർഗ സമരത്തിന് പകരം സ്വത്വ രാഷ്ട്രീയത്തെ ആശ്ലേഷിക്കുകയല്ല CPIM ചെയ്യുന്നത്. അത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ട്, സണ്ണി എം കപ്പിക്കാടിന്റെ വളരെ വിചിത്രവും ബാലിശവുമായിട്ടുള്ള വാദമായിട്ട് എനിക്ക് തോന്നി. ഇക്കാര്യത്തിലൂടെ സൈദ്ധാന്തികമായിട്ടുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളിലും നിങ്ങൾ നിലപാട് വ്യക്തമാക്കണം, അതിലെല്ലാം ഞങ്ങളുടെ നിലപാടിലേക്ക് വന്നാൽ വേണമെങ്കിൽ സഹകരണം, അപ്പോൾ മാത്രമേ സഹകരണം സാധ്യമാവൂ എന്നത് അങ്ങേയറ്റം വിഭാഗീയമായ ബാലിശമായിട്ടുള്ള നിലപാടാണ്. അദ്ദേഹം അത് മാത്രമല്ല പറഞ്ഞത്, കുറെ കൂടി കടത്തി പറഞ്ഞു. സംഘപരിവാറിന്റെ ഫാസിസം വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഐക്യമുണ്ടാക്കാം എന്നൊന്നും വിചാരിച്ചാൽ നടക്കുന്നതല്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പ്രായോഗിക തലത്തിൽ അങ്ങനെയല്ല അനുഭവം. സണ്ണി എം കപ്പിക്കാടിന്റെ ദുശാഠ്യമല്ല ഇന്ന് ക്യാമ്പസുകളിലാകെ രാജ്യത്താകെ കാണുന്നത്. ഈ നിലപാടിനെതിരായി സൈദ്ധാന്തിക തലത്തിൽ വിയോജിപ്പുകൾ, വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ യോജിക്കാവുന്ന കൂടുതൽ മേഖലകൾ ഉണ്ടാവുന്നു എന്നുള്ളതും ആ മേഖലകളിൽ യോജിപ്പുണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ശ്രീ സണ്ണി എം കപ്പിക്കാട് പറഞ്ഞത് കേട്ടപ്പോൾ ഇടതുപക്ഷവും ദളിത് വിഭാഗങ്ങളും തമ്മിൽ യോജിപ്പിന്റെ പുതിയ മേഖലകൾ എല്ലാം സൈദ്ധാന്തിക അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിച്ചു എന്നല്ല, യോജിപ്പിന്റെ പുതിയ മേഖലകൾ കണ്ടെത്തുന്നതിൽ എന്തോ വലിയ അസഹിഷ്ണുത അദ്ദേഹത്തിനുള്ളത് പോലെയാണ് തോന്നുന്നത്. അതാണ് സംഘപരിവാർ ഫാസിസത്തെക്കാൾ വലിയ അപകടം എന്ന ധ്വനി അദ്ദേഹം ഇവിടെ സംസാരിച്ചപ്പോൾ ഉണ്ടായി. അത് അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് തന്നെ സംശയം ഉണ്ടാക്കുന്നതാണ് എന്നെനിക്ക് പറയാതിരിക്കാനാവില്ല. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ CPIM-ഉം കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഈ ജാതി പ്രശ്നത്തെ മനസ്സിലാക്കിയിട്ടില്ല, ജാതി വ്യവസ്ഥയെ അവർ എതിർക്കുന്നില്ല, ചില ജാതീയമായ അടിച്ചമർത്തലിനെ മാത്രമേ എതിർക്കുന്നുള്ളൂ എന്നതൊക്കെ അങ്ങേയറ്റം ബാലിശമായിട്ടുള്ള വാദമാണ്. ജാതി വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടാണല്ലോ CPIM-നുള്ളത്. ജാതി വിരുദ്ധവും മതനിരപേക്ഷവുമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തെയാണ് CPIM ഉയർത്തിപ്പിടിക്കുന്നത്. സൈദ്ധാന്തികമായിട്ടും ജാതി വ്യവസ്ഥയെ തന്നെ നിരാകരിക്കുന്നവരും എതിർക്കുന്നവരുമാണ്. എന്നാൽ ഇന്ന് ജാതി ഒരു യാഥാർത്ഥ്യമാണ് എന്ന വസ്തുത ഞങ്ങൾ കാണാതിരിക്കുന്നില്ല. ഞങ്ങൾ സൈദ്ധാന്തികമായി ജാതി വ്യവസ്ഥയെ നിരാകരിക്കുന്നവരാണ്, അതിനെ ഏതെങ്കിലും തരത്തിൽ സാധൂകരിക്കുന്നവരല്ല. അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, അദ്ദേഹം വളരെ പാടുപെട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാർ ഫാസിസത്തിനെതിരായിട്ടാണെങ്കിൽ പോലും ഇടതുപക്ഷവും ദളിതരും തമ്മിലുള്ള ദളിത് വിഭാഗങ്ങളും തമ്മിലുള്ള ഐക്യം വളർന്നു വരുന്നത് ആണ് വലിയ ആപത്ത് എന്ന് ധ്വനിയിൽ അദ്ദേഹം മാത്രമല്ല ശ്രീ എം പി രാജേഷ്, അത് ഈ സമരകാലത്ത് ശ്രീ എം പി രാജേഷ് ഒന്നിടപെട്ടുകൊള്ളട്ടെ, ഈ സമരകാലത്ത് ഈ ചുവപ്പെന്ന പോലെ കാവി എന്ന പോലെ തന്നെ എതിർക്കപ്പെടേണ്ടതാണ് ചുവപ്പും എന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ കൂടെ പലയിടങ്ങളിൽ നിന്നും മുഴങ്ങിക്കേൾക്കുന്നുണ്ടായിരുന്നു. അംബേദ്കറൈറ്റുകളുടെ സൈദ്ധാന്തിക ശാഠ്യങ്ങൾ മാത്രമല്ല, സംഘടനാ രംഗത്ത് പ്രായോഗികമായി നിൽക്കുന്ന ആളുകൾ തന്നെയും SFIയുടേതടക്കമുള്ള SFIക്കെതിരെ കൂടെയാണ്. അവിടെയാണെങ്കിലും ഹൈദരാബാദ് സർവകലാശാലയിലാണെങ്കിലും JNUവിലാണെങ്കിലും ഈ വിദ്യാർത്ഥി രംഗത്ത് നിൽക്കുന്ന ആളുകൾ, അതിപ്പോൾ ദളിത് സംഘടനകൾ മാത്രമല്ല, മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന മുസ്ലിം ന്യൂനപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ അടക്കമുള്ളവർക്ക് SFIയുടെ
ഓട് വലിയ ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സൈദ്ധാന്തികമായിട്ടുള്ള എതിർപ്പ് മാത്രമല്ല, സംഘടനാപരമായിട്ടുള്ള എതിർപ്പ് കൂടെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു ദളിത് സംഘടന, ഏതെങ്കിലും ഒരു പ്രത്യേക ദളിത് സംഘടനയെ മാത്രമേ ദളിതരുടെ പ്രതിനിധിയായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? ദളിത് സ്റ്റുഡൻസ് യൂണിയൻ എന്ന ദളിത് സംഘടനയും SFIയും ചേർന്നാണല്ലോ അവിടെ യൂണിയൻ ഭരിക്കുന്നത്. ഒരുമിച്ചാണല്ലോ മത്സരിച്ചത്, ഒരുമിച്ചാണല്ലോ യൂണിയൻ ഭരിക്കുന്നത്. അപ്പൊ ദളിത് സംഘടനകൾ എല്ലാവരും സണ്ണിയം കപ്പിക്കാട് പറഞ്ഞിട്ടുള്ള നിലപാടല്ല. അവര് ഇടതുപക്ഷവുമായിട്ട് സഹകരണത്തിന്റെ, യോജിപ്പിന്റെ പുതിയ മേഖലകൾ കണ്ടെത്തുകയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ആ യോജിപ്പ്, രാഷ്ട്രീയമായിട്ടുള്ള സഹകരണം, അതാണ് വളർന്നു വരുന്നത്. അത് ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലും അങ്ങനെയാണ്. ശരിയാണ്, ചില മതമൗലികവാദ സ്വഭാവമുള്ള ന്യൂനപക്ഷ സംഘടനകൾ, അത്തരം സംഘടനകൾക്ക് ഇടതുപക്ഷത്തെ എക്കാലത്തും എതിർത്തു വന്നിട്ടുള്ള സംഘടനകളുണ്ട്. അവര് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ശക്തികളെ എതിർക്കുന്നതിനേക്കാൾ കൂടുതൽ, ഫാസിസ്റ്റ് ശക്തികളെ, വർഗീയ സംഘപരിവാറിനെ പോലുള്ളവരോടുള്ള ശത്രുതയേക്കാൾ കൂടുതൽ ഇടതുപക്ഷത്തോട് ശത്രുത സൂക്ഷിക്കുന്ന ചില മതമൗലികവാദ സ്വഭാവമുള്ള ന്യൂനപക്ഷ സംഘടനകളുമുണ്ട്. അതൊക്കെ ഒറ്റപ്പെട്ടതാണ്. എന്നാൽ പൊതുവിൽ കാണുന്ന പ്രവണത, ന്യൂനപക്ഷ വിഭാഗങ്ങൾ പൊതുവിലും ന്യൂനപക്ഷത്തെ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന സംഘടനകൾ, പ്രസ്ഥാനങ്ങളൊക്കെ ഇടതുപക്ഷത്തെ ഒരു സ്വാഭാവികമായ സഖ്യകക്ഷിയായിട്ട് ഇന്ന് കാണുന്നു എന്നതാണ് പൊതുവിൽ രാജ്യത്താകെ കാണുന്ന പ്രവണത. അതാണ്. ശ്രീ അഷ്റഫ് കടക്കൽ, ഈ സൈദ്ധാന്തികമായിട്ട് വർഗരാഷ്ട്രീയത്തെ കൈയൊഴിയുക, എന്നിട്ട് സ്വത്ത് രാഷ്ട്രീയത്തെ പുണർന്ന് മുന്നോട്ട് പോവുക, ഞങ്ങളുടെ ഇതുവരെ തുടർന്ന സംഗതികളെല്ലാം കൈയൊഴിഞ്ഞ് ഞങ്ങൾ അംബേദ്കറൈറ്റുകളായി മാറുന്നു, അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളെ ഉള്ളിലേക്ക് എടുക്കാൻ തീരുമാനിക്കുന്നു എന്നൊന്നുമല്ല. പക്ഷേ ഒരു സാഹചര്യം നിർബന്ധിക്കുന്ന സമയത്ത് അത്തരം കൂട്ടായ്മ സംഘടനാപരമായി ഉണ്ടാക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല, അത് നാട്ടുകാരോട് പറയുന്നതിൽ പ്രയാസമില്ല എന്നാണ് ഇടതുപക്ഷം പ്രകാശ് കാരാട്ടിലൂടെയും ഇപ്പോൾ MP രാജേഷിലൂടെയും സംസാരിക്കുന്നതെങ്കിൽ അത് അതിൻ്റെ എല്ലാ പരിമിതികളോടെയും സ്വീകരിക്കുക എന്നത് ഗുണപരമായിരിക്കുകയില്ലേ പൊതുവിൽ രാജ്യത്തിന്? അല്ലേ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കായാലും ദലിതുകൾക്കായാലും ഇടതുപക്ഷം ഒരു സ്വാഭാവിക അലൈ തന്നെയാണ്, അതിലൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം ഈ ഡോഗ്മാറ്റിസമാണ്, സൈദ്ധാന്തികമായ പിടിവാശി. ഇന്ത്യയുടെ സാമൂഹിക യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജാതി പ്രശ്നങ്ങളെ സമീപിക്കുമ്പോഴൊക്കെ സ്വീകരിക്കേണ്ട പ്രായോഗികമായ ഒരു രാഷ്ട്രീയ സമീപനം പലപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ, അവർക്ക് ആ നിലപാടുകൾ സ്വീകരിക്കാൻ സാധിക്കാതെ പോകുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു സൈദ്ധാന്തിക പിടിവാശി മൂലമാണ്. അപ്പോൾ ആ സൈദ്ധാന്തിക പിടിവാശിയായിരിക്കാം യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടും അതിനെ അംഗീകരിക്കാനും അതിനോട് തോൾ ഉരുമ്മി നിന്ന് പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയില്ലാത്തത്. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ഒരു സീനിയർ IAS ഓഫീസറുണ്ട്, SK ബിശ്വാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അത് മലയാളത്തിൽ ബ്രാഹ്മണ മാർക്സിസം എന്ന പേരിലാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. പശ്ചിമ ബംഗാളിൽ ഈ കഴിഞ്ഞ 30 വർഷം നിലനിന്നിരുന്ന ഇടതുപക്ഷ ഭരണത്തിൽ ഈ പറയുന്ന രൂപത്തിലുള്ള സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന ദലിതടക്കമുള്ള വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് അവരോടുള്ള സമീപനത്തിൽ എന്ത് തരത്തിലുള്ള പുരോഗമന സമീപനമാണ് സ്വീകരിച്ചത് എന്നാണ് അദ്ദേഹം അതിൽ പരിശോധിക്കുന്നത്. അദ്ദേഹം അതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ബംഗാളി ഭദ്രലോക് എന്ന് പറയുന്ന അപ്പർ കാസ്റ്റ് ബ്രാഹ്മണിക്കൽ ഓർഡറിൽ ഒരു പക്ഷേ അറിഞ്ഞോ അറിയാതെയോ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ നേതൃത്വമുണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ ആ മാർക്സിസം മുന്നോട്ട് വയ്ക്കുന്ന ഈവൻ ഒരു വർഗരാഷ്ട്രീയത്തെ പോലും പുൽകാൻ സാധിക്കാതെ ആ പഴയ ബ്രാഹ്മണിക്കൽ ഹാങ് ഓവറിൽ നിന്ന് മുക്തരാകാത്ത UK പോയി പഠിച്ചു വന്ന വലിയ ബംഗാളി ഭദ്രലോകിനെ പ്രതിനിധീകരിക്കുന്ന ഒരു നേതൃത്വം. അപ്പോൾ ആ ഒരു നേതൃത്വം പാർട്ടിയെ നയിച്ചതുകൊണ്ടാണല്ലോ സാമൂഹികമായി കേരളത്തിൽ നമ്മുടെ നാരായണ ഗുരു ഒക്കെ മുന്നോട്ട് വെച്ച ഒരു ഉഴുതുമറിച്ചിൽ, ഒരു ഇളക്കി മറിച്ചിൽ ഉണ്ടാകാത്തത് സാമൂഹികമായി. അപ്പോൾ ബംഗാളിൽ ആ 30 വർഷം കഴിഞ്ഞിട്ടും ആ പഴയ ബ്രാഹ്മണിക്കൽ ഓർഡറിന് മാറ്റം വന്നിട്ടില്ല എന്ന് SK ബിശ്വാസ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വളരെ അസന്നിഗ്ധമായി തെളിവ് സഹിതം നിരത്തി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളും അല്ലാതെയുള്ള 100 കണക്കിന് സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് അടിസ്ഥാനരഹിതമായ ഒരു വാദഗതിയാണെന്നും തോന്നുന്നില്ല ആ പുസ്തകം വായിച്ചിട്ട്. അപ്പോൾ അതൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. അതിനുശേഷം ആ പുസ്തകം വായിച്ചതിന് ശേഷം ബംഗാളിൽ സന്ദർശിച്ചു, ബംഗാളിലെ ഓരോ മേഖലകളും സന്ദർശിച്ചു, പ്രത്യേകിച്ചും മുർഷിദാബാദും കിഷൻഗഞ്ച് പോലുള്ള ബീഹാറിലും വെസ്റ്റ് ബംഗാളിലുമായി നീണ്ടുകിടക്കുന്ന കിഷൻഗഞ്ച് പോലുള്ള പ്രദേശങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെ ദലിത് പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്ന പോലെ തന്നെ മുസ്ലിം പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നതിലും പാർട്ടിക്ക് വലിയൊരു പരാജയം ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം
ഈ ഇപ്പോൾ വിദ്യാർത്ഥികളുടെ കാര്യമാണല്ലോ പറഞ്ഞത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ഹൈദരാബാദിലെയും മറ്റുമൊക്കെ വിദ്യാർത്ഥികളുടെ ബ്ലോഗ് ഞാൻ വരുത്തുമ്പോൾ അവരുടെ തന്നെ ഫേസ്ബുക്ക് പേജുകൾ നോക്കുമ്പോൾ എന്തോ ഒരു മാർക്സിസ്റ്റ് വിരോധം അല്ലെങ്കിൽ ഒരു CPM വിരോധം പല ആളുകളിലും കാണുന്നു. എന്നാൽ അവരാരും ഏതെങ്കിലും തരത്തിലുള്ള മതസംഘടനയുടെ ആളുകളുമല്ല. അപ്പോൾ അത് എവരുമായിട്ട് എനിക്ക് നേരിട്ട് അവരുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ട്രെൻഡായി അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ട ഒരു സംഗതിയുണ്ട്. അത് ഈ SK ബിശ്വാസ് പറഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വായിച്ചാൽ പിന്നെ കേരളത്തിൽ നിന്ന് ഭിന്നമാണല്ലോ നോർത്ത് ഇന്ത്യയിലേക്ക് മുസ്ലിങ്ങൾ ദലിതുമാരുടെ പ്രശ്നത്തിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല മുസ്ലിങ്ങളുടെ പ്രശ്നവും. സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസമായും ഏതാണ്ട് ഒരു അവസ്ഥയിലാണ് രണ്ട് വിഭാഗവും ഉള്ളത്. അപ്പോൾ ആ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിൽ ഇപ്പോൾ ഇന്ന് തന്നെ പ്രകാശ് കാരാട്ട് ഉമർ ഖാലിദിൻ്റെ പേര് ഒന്ന് പരാമർശിച്ച് പോയി എന്നുള്ളതല്ലാതെ അപ്പോൾ ഉമർ ഖാലിദിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയായി ഇവിടെ നിലനിൽക്കുന്നു. അപ്പോൾ അത് ഉടനെ തന്നെ ആൻറ്റി നാഷണലായി മാറുന്നു. അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ആ പേര് കൊണ്ട് തന്നെ ഉമർ ഖാലിദിനെ ഒരു ആൻറ്റി നാഷണലായി ചിത്രീകരിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത്. അപ്പോൾ ആ വിഷയങ്ങളിൽ വളരെ ജെനുവിനായിട്ടുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമീപനം ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്ന് കാര്യമായി ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ടായിരിക്കാം SK ബിശ്വാസിന് ഇങ്ങനെ ഒരു പുസ്തകം എഴുതേണ്ടി വന്നത്. ഞാൻ ഈ പറഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഈ രൂപത്തിലുള്ള ഒരു SFI ആൻറ്റി CPM നിലപാടൊക്കെ എടുക്കേണ്ട ഒരു നിരീക്ഷണമാണ് മുന്നോട്ട് വയ്ക്കാൻ. അവസാന ഭാഗത്തേക്ക് പോകേണ്ടത് രണ്ടുപേരിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ സണ്ണി എം കബിക്കാട്, ഈ ഭൗതികമായിട്ടുള്ള നോട്ടത്തിൽ, അതായത് ഈ JNU സംഭവവും രോഹിത് വെമുലയുടെ ആത്മഹത്യയും ഒക്കെ ഉണ്ടായതിനു ശേഷമുള്ള വളരെ തുറന്ന സാധാരണമായ നോട്ടത്തിൽ പാർലമെൻറ്റിലടക്കം BSP പോലുള്ള സംഘടനകളോടൊപ്പം ഒരുപക്ഷെ അതേക്കാൾ കൂടുതലായി ഇടതുപക്ഷമാണ്, താരതമ്യേന ദുർബലമായ ഇടതുപക്ഷമാണ് ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സംസാരിക്കുന്നതായും മറ്റും കാണുന്നത്. അതിൻ്റെ മുൻപന്തിയിൽ അവരുണ്ട്. യഥാർത്ഥത്തിൽ ആ നിലപാടുകളേക്കാൾ ഇപ്പോൾ നമ്മൾ കാണുന്ന നിലപാടുകളേക്കാൾ സംശയിക്കത്തക്കതായി അല്ലെങ്കിൽ നിലനിൽക്കുന്നത് ആവില്ല ആ രാഷ്ട്രീയത്തിൻ്റെ മുന്നോട്ട് വരവ് എന്നത് വീണ്ടും ആവർത്തിച്ച് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു കാര്യം പ്രധാനമായും കാണേണ്ടത്, ഇടതുപക്ഷം MP രാജേഷ് പറഞ്ഞ വർഗരാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇടതുപക്ഷത്തിന് ഈ ദളിതർക്കിടയിലോ ആദിവാസികൾക്കിടയിലോ ന്യൂനപക്ഷങ്ങൾക്കിടയിലോ ഉയർന്നു വന്നിട്ടുള്ള നവ സാമൂഹിക പ്രസ്ഥാനങ്ങളെ, അംബേദ്കറിസം അടക്കമുള്ള ആശയങ്ങളെ മനസ്സിലാക്കാൻ പരിമിതിയുണ്ട് എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് മാർക്സിസ്റ്റുകളെല്ലാം ഇതിൽ ഇടപെടേണ്ടെന്ന അഭിപ്രായമില്ല. പക്ഷെ ആ കാര്യം തിരുത്തേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞൊരു കാര്യം. ഒരു 50 വർഷം മുൻപാണെങ്കിൽ ദളിതർ അവർ ജാതീയമായി അടിച്ചമർത്തപ്പെടുമ്പോൾ ആര് രക്ഷിക്കാൻ വരുന്നു എന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ആ രക്ഷിക്കാൻ വരുന്നവരുടെ കൂടെ അവർ നിന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആക്രമിക്കപ്പെടുമ്പോൾ ഈ ആക്രമണത്തിന് വിധേയമായ സാമൂഹിക കാരണങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാനും ആ കാരണങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഈ വരുന്നവൻ ശ്രമിക്കുന്നുണ്ടോ എന്ന മറുചോദ്യം ഉന്നയിക്കാൻ കഴിയുന്ന ഒരു പുതിയ തലമുറ അമ്പക്രൈറ്റുകൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് ഞാൻ പാർട്ടിയോട് പറയാൻ ശ്രമിക്കുന്നത്. അവരെ അഭിസംബോധന ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പഴയ രൂപത്തിൽ അടിച്ചമർത്തുമ്പോൾ ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറഞ്ഞ വാദത്തിൽ വലിയ കഴമ്പൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സൂക്ഷ്മമായി പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ അടിച്ചമർത്തപ്പെടുന്ന ജനതയുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം എന്തുകൊണ്ടാണ് സമ്പത്തും അധികാരവും പദവിയും കൈവശം വച്ചിരിക്കുന്ന സവർണ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് മാർക്സിസ്റ്റുകൾക്ക് കഴിയാതെ പോകുന്നത് എന്നൊരു ചോദ്യം കൂടി ഇനി അഡ്രസ്സ് ചെയ്യേണ്ടി വരും എന്നതാണ് എൻ്റെ കാര്യം. അതുകൊണ്ട് ജാതിയെ സമഗ്രമായി മനസ്സിലാക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട. രണ്ടാമതൊരു കാര്യം, ഇപ്പം ഈ പറയുന്നുള്ളല്ലോ അവിടെ പുറത്തെല്ലാം ഐക്യമുണ്ട്, അത് തീർച്ചയായിട്ടും ഇവിടെ പല രൂപത്തിലുള്ള ഐക്യമുണ്ട്. കേരളത്തിൽ എന്താണ് സ്ഥിതി? കേരളത്തിൽ ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ നിർത്തിക്കോളാം. കേരളത്തിലെ MG യൂണിവേഴ്സിറ്റിയിൽ ദളിത് ഗവേഷകയായിട്ടുള്ള ദീപ മോഹൻ അവിടെ ഒരു വലിയ വിവേചനത്തിന് വിധേയമായിട്ട് അവിടെ കാര്യമായ ഒരു SFIക്ക് മുൻതൂക്കമുള്ള ഒരു ക്യാമ്പസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് കാര്യമായൊരു പ്രതികരണവും ഇല്ല. യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നത് ഇതിനോട് സമഗ്രമായൊരു സമീപനം ഇല്ലാത്തത് കൊണ്ടും അവിടെ ഏറെക്കുറെ ദുർബലമായ സ്ഥലങ്ങളിൽ മറ്റുള്ള സംഘടനകളോട് ഐക്യപ്പെടുന്നത് പോലെ കേരളം പോലൊരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് കാസ്റ്റ് ക്വസ്റ്റ്യന് SFI പോലൊരു പ്രസ്ഥാനത്തിന് ഏറ്റെടുക്കാൻ കഴിയാത്തത്? സമയക്കുറവുകൊണ്ടാണ്, സ്വാഭാവികമായും ആരോപണങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി പറയേണ്ടതുകൊണ്ട് സമയം നമുക്ക് കുറവായതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ആ പോയിന്റ് വ്യക്തമായിട്ടുണ്ടാകും. ശ്രീ MP രാജേഷ്, താങ്കൾക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ ചർച്ച. നേരത്തെ ഈ രണ്ടുപേരും അവർ ഈ ചർച്ച തുടങ്ങിയ
ചർച്ചയ്ക്ക് വന്ന ഒരു മുൻവിധിയുണ്ടല്ലോ, ആ മുൻവിധിയും ദുശാഠ്യവും അവരുടെ സൈദ്ധാന്തികമായിട്ടുള്ള മുൻവിധിയിലും ദുശാഠ്യത്തിലും തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ശ്രീ സണ്ണിയം കപ്പിക്കാട് പറഞ്ഞു, പണ്ട് അടിച്ചമർത്തപ്പെട്ടപ്പോൾ സഹായിക്കാനും രക്ഷിക്കാനും വന്നവരാര് എന്ന് മാത്രമേ ദളിതർ നോക്കിയിട്ടുള്ളൂ, അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ കൂടെ ദളിതർ നിന്നതിന് അദ്ദേഹം നൽകുന്ന വളരെ വിചിത്രമായിട്ടൊരു വ്യാഖ്യാനമാണ്. നിൽക്കട്ടെ, ഇപ്പോൾ അദ്ദേഹം പറയുന്നു അടിച്ചമർത്തപ്പെടുമ്പോൾ രക്ഷിക്കാൻ വരുന്നവർ ഈ അടിച്ചമർത്തലിൻ്റെ സാമൂഹിക കാരണങ്ങൾ പരിഹരിക്കുന്നവരാണോ എന്നുകൂടി നോക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാർ ഈ അടിച്ചമർത്തലിൻ്റെ സാമൂഹിക കാരണം മാത്രമല്ല ശ്രീ സണ്ണിയം കപ്പിക്കാട്, സാമൂഹികവും സാമ്പത്തികവുമായ കാരണങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ്. അതാണല്ലോ വർഗ സമരത്തിൻ്റെ പ്രത്യേകത. ഇന്ത്യയിലെ സാഹചര്യങ്ങളിൽ ഇതുകൂടി ആ വർഗ സമരത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ ഒരേ സമയം ഈ ജാതി വിവേചനത്തിന് കാരണമായി തീരുന്ന സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള കാരണങ്ങളെയാണ് കമ്മ്യൂണിസ്റ്റുകാർ അഡ്രസ്സ് ചെയ്യുന്നത്. അത് പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ മറ്റൊരു തരത്തിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് ഈ സംഘടനകളിൽ ചിലത് എല്ലാം എന്ന് പറയുന്നത് രണ്ടുപേരും വളരെ സൗകര്യപ്രദമായ മൗനം പാലിച്ചു. ഹൈദരാബാദിലെ ഒരു പ്രബലമായ ഒരു ദളിത് സംഘടന SFIയുടെ കൂടെ ചേർന്ന് മുന്നണിയായിട്ടാണ് മത്സരിച്ചത് എന്ന വസ്തുത രണ്ടു കൂട്ടരും സൗകര്യം കേട്ടതായിട്ടേ ഭാവിച്ചില്ല രണ്ടു കൂട്ടരും. അപ്പം നിങ്ങളൊരു മുൻവിധിയിൽ നിൽക്കുകയാണ്. അതിന് സൗകര്യപ്രദമായിട്ടുള്ള വാദങ്ങളാണ് നിങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് ബംഗാളിലൊരു IAS ഉദ്യോഗസ്ഥന്റെ ഒരു അനുഭവം പറഞ്ഞത്. ഏതെങ്കിലും ഇത്തരം ഒറ്റപ്പെട്ട അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണോ, ആരുടെയെങ്കിലും ഒറ്റപ്പെട്ട പരാതികളുടെ അടിസ്ഥാനത്തിലാണോ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇതിനോടുള്ള പൊതുവായ സമീപനത്തെ വിലയിരുത്തേണ്ടത്? ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. MG യൂണിവേഴ്സിറ്റിയിലെ കാര്യം ഇവിടെ പറഞ്ഞു. കേരളത്തിൽ പൊതുവിൽ ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാവാം, ഇല്ല, ഞാൻ ഈ പ്രത്യേകമായിട്ടുള്ള കാരണത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. പൊതുവിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉത്തരേന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദളിത് വിദ്യാർത്ഥികൾ പീഡനങ്ങൾ നേരിടാത്തതിൻ്റെ, അല്ലെങ്കിൽ ദളിത് വിദ്യാർത്ഥികൾക്ക് അത്തരമൊരു സാഹചര്യം വിവേചനം നേരിടാത്തതിൻ്റെ ഒരു കാരണം എന്താണ്? ഒന്ന്, കേരളത്തിൻ്റെ പൊതുവായിട്ട് സാമൂഹിക അന്തരീക്ഷം. രണ്ട്, പ്രബലമായി ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന SFI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ സാന്നിധ്യമുള്ളതല്ലേ ഒരു പ്രധാനപ്പെട്ട കാരണം. ഇനി JNU ഉൾപ്പെടെയുള്ള ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ക്യാമ്പസുകളുടെ കാര്യം എടുത്ത് നോക്കുക. JNUവിൽ SFIക്ക് അടുത്ത കാലത്ത് അല്പം ദുർബലത സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. എന്നാൽ SFI JNUവിൽ അനിഷേധ്യ ശക്തിയായിരുന്ന കാലത്താണ് JNUവിൻ്റെ വരേണ്യ സ്വഭാവത്തെ തന്നെ മാറ്റി തീർക്കുന്ന തരത്തിലുള്ള പ്രവേശന നയത്തിലെ അഡ്മിഷൻ പോളിസിയിലെല്ലാം മാറ്റം വരുത്തിയത്. SFI നയിച്ച പ്രകാശ് കാരാട്ട് ഹിന്ദുവിന് കൊടുത്തൊരു അഭിമുഖത്തിൽ അക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. SFI നയിച്ച യൂണിയനുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ എന്തിലായിരുന്നു? ദളിത് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് കൂടി പ്രവേശനം കിട്ടുന്ന ഇടമാക്കി മാറ്റുന്ന തരത്തിൽ അതിൻ്റെ വരേണ്യ കുത്തക അവസാനിപ്പിക്കുന്ന സമരങ്ങൾ, അഡ്മിഷൻ നയം മാറ്റാനൊക്കെയുള്ള സമരങ്ങളാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രായോഗിക ഇടപെടലുകൾ ഉണ്ടാകുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെയും ഇടതുപക്ഷത്തിൻ്റെയും സൈദ്ധാന്തിക നിലപാടിൽ നിന്നുകൊണ്ടാണ്. രണ്ടും രണ്ടല്ല. സണ്ണി M കപ്പിക്കാടും അഷ്റഫും വാദിച്ച് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒരു സൈദ്ധാന്തിക നിലപാടിൽ നിന്നാണ് പ്രായോഗികമായ നിലപാടും സമരങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. പ്രായോഗിക നിലപാടുകൾ ശരി, സൈദ്ധാന്തിക നിലപാട് തെറ്റ് എന്ന് പറയുന്ന വൈരുദ്ധ്യം ഇപ്പോഴും തുടരുന്നു. വളരെ വളരെ നന്ദി ശ്രീ MB രാജേഷ്, ശ്രീ അഷ്റഫ് കടക്കൽ, ശ്രീ സണ്ണി M കപ്പിക്കാട് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ശ്രീ സണ്ണി M കപ്പിക്കാട്, താങ്കൾക്ക് അതിനൊക്കെ വിശദീകരണവും മറുപടിയും നൽകേണ്ടതുണ്ട് എന്നെനിക്കറിയാം, സമയക്കുറവുകൊണ്ടാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയതിന് അതിഥികൾക്ക്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.